അവിഹിതം 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 സോഷ്യൽ മീഡിയ തുറന്നാൽ അവിഹിത കഥ തന്നെ ഉള്ളൂ. പണ്ടൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള അവരുടെ അവിഹിത കഥ മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇപ്പൊ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം വന്നതോടെ എല്ലാ ഭാഗത്തു നിന്നുള്ള അവിഹിത കഥകൾ ചൂടോടെ കിട്ടും. അന്ന് പഞ്ചായത്ത് മൊത്തം നാറിയവർ ഇന്ന് കേരളം മൊത്തം നാറുന്നു. എന്തായാലും അങ്ങനെ അവിഹിതത്തിന് പോകുന്നവരൊക്കെ നാറട്ടെന്നെ. പക്ഷെ എന്ത് തന്നെയായാലും ഈ കുട്ടികളൊക്കെ ഉള്ളവർ വേറെ അവിഹിതത്തിൽ പെട്ട് ഒളിച്ചോടുന്നത് കാണുമ്പോൾ നല്ല ദേഷ്യം തോന്നുന്ന കാര്യമാണ്. കാരണം ആ കുട്ടികളെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇത്തരം വാർത്തകളൊക്കെ ഏറെ വിഷമിപ്പിക്കുന്നതാണ്. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ 2-3 ദിവസമായിട്ട് ഒരു അച്ഛന്റെയും മകനെയും വീഡിയോ അങ്ങനെ നിരന്തരമായി കാണുകയാണ്. സംഭവം വേറൊന്നുമല്ല, സ്വന്തം ഭർത്താവിനെയും മകനെയും കളഞ്ഞ് ഭാര്യ വേറൊരുത്തനും കൂടെ ഇറങ്ങിപ്പോയതാണ്, ഒളിച്ചോടി പോയതാണ്. അതും സ്വന്തം മകന് ഉറക്കുകുളിക കൊടുത്ത് മയക്കിയതിനു ശേഷമാണ് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവരൊക്കെ ശരിക്കും ഒരു അമ്മയാണ്. സ്വന്തം കുഞ്ഞിന് ഉറക്കുകുളിക കൊടുക്കാൻ എങ്ങനെയാണ് മനസ്സ് വരുന്നത്? അഥവാ ഈ ഉറക്കുകുളികളുടെ ഡോസ് കൂടുതലായി ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലും ആലോചിക്കാനും കൂടി വയ്യ അല്ലെ. എന്തായാലും ഇവർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച വീഡിയോ നമുക്കൊന്ന് കണ്ടോക്കാം. 1.5 വർഷം കൊണ്ട് കൊച്ചിന് ഉറക്കുകുളി കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോ അവള് പോയാൽ വിഷമമുണ്ട് എന്ന് ഞാൻ പറയല്ല, പക്ഷെ അവള് പോയിട്ട് ചതിച്ചിട്ടാണ് പോയത്. കാരണം എന്റെ മോനെ കൂടെ ചതിച്ചിട്ട് അവള് ഒരു നല്ലൊരു സ്ത്രീ ആയിരുന്നു, പെറ്റ തള്ളയായിരുന്നെങ്കിൽ സ്വന്തം മോനെ ഇങ്ങനെ ഇത്രയും 1.5 വർഷം ഉറക്കുകുളി കൊടുത്തിട്ട് പോകില്ലായിരുന്നു. എന്റെ പേര് ബിജു ആണ്. ഞാൻ KSRTC ജോലി ചെയ്യുന്നത്. KSRTC ജോലി ചെയ്യുന്നത് എനിക്ക് ആഴ്ചയിൽ 3 ദിവസം നൈറ്റാണ്. അതിന് പുറമെ ഞാൻ പകല് ആഴിമല ക്ഷേത്രത്തിൽ മേശിരി പണിക്ക് പോകുമായിരുന്നു. മേശിരി പണിക്ക് പോയിട്ട് ചിലപ്പോൾ രാത്രി 2 മണി 1 മണിക്കാണ് വരണത്. ഈ വരണ സമയത്തും അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. രാത്രി ഇവള് കൊച്ചുങ്ങൾക്ക് അമ്മേന്റെ അമ്മയും കൊച്ചുങ്ങൾക്ക് ഉറക്കക്കുളിക കൊടുത്തിട്ട് വേറൊരു പയ്യനായിട്ട് ഒരു 9 വർഷം ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ട് 1 വർഷം കൊണ്ട് അവള് വേറൊരു പയ്യനായിട്ട് ചെറിയൊരു കമ്പനി വന്നു. ഞാൻ ചെറുതായിട്ട് ഫോണിൽ കണ്ട് മെസ്സേജ് കണ്ട് ഞാൻ പറഞ്ഞങ്ങ് വിലക്കി പിന്നെ അതവിടെ വെച്ച് അവളെ നിർത്തിയാണ്. പിന്നെ ഇപ്പൊ അവള് പിന്നെ ഞാൻ അറിയാത്ത അത് തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. പിന്നെ അവൻ രാത്രി അവനെ വിളിച്ച് വീട്ടിൽ വരക്കും. അവൻ ഉറക്കക്കുളി എന്റെ അമ്മയ്ക്ക് എന്റെ കൊച്ചിന് കൊടുക്കുകയും 1.5 വർഷം കൊണ്ട് എന്റെ കൊച്ചിന് ഉറക്കക്കുളി കൊടുക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ എന്റെ സ്ഥലങ്ങളെല്ലാം എനിക്ക് എന്റെ ഷെയർ തന്നെ ഒരു 6 ലക്ഷം രൂപയുടെ ഷെയർ പൈസ ഉണ്ടായിരുന്നു. ഈ പൈസ അവൾ അക്കൗണ്ടിലാക്കിയിട്ട് ആ പൈസ എല്ലാം കൊണ്ടാണ് പോയത്. അതിന് പുറമെ എന്റെ കയ്യിൽ വീട്ടിലിരുന്ന പൈസയും എല്ലാം കൊണ്ടാണ് അവൾ പോയത്. ഞാൻ വീഡിയോ ചെയ്യുന്നത് എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയില്ല ഞാൻ ചെയ്യുന്നത്. എന്റെ മനസ്സെന്നാൾ തകർത്തോണ്ടിരിക്കുന്നതുകൊണ്ടാണ് സഖി കെട്ടി ഞാൻ ചെയ്യുന്നത്. ഞാൻ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചിന് ആരുമില്ല. ആഹാ, ആള് കൊള്ളാല. അവള് ഏകദേശം 1 വർഷത്തിന് മേലായി അവള് വേറൊരുത്തരുമായി അവിഹിതം തുടങ്ങിയിട്ട്. ഇത്രയും ആഴ്ചക്ക് എനിക്ക് അവളോട് പറയാനുള്ളത്, നീ അവിഹിതത്തിന് പോവുകയോ പോവാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ എന്തിനാണ് അതിൽ മറ്റുള്ളവരും കൂടി ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഭർത്താവ് പണിക്ക് പോകുമ്പോൾ അവൾക്ക് കാമം മൂത്ത് കാമുകനെ വിളിച്ചു വരുത്തും. പക്ഷെ വീട്ടിൽ അന്നേരം അമ്മായിമ്മയും മകനും ഉണ്ടാവല്ലോ. അതിന് ഇവരുടെ അവിഹിത ബന്ധം ആരും പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഇവൾക്ക് തോന്നിയ ഐഡിയ ആണ് അമ്മായിമ്മക്കും മകനും ഭക്ഷണത്തിലും മയക്കുമരുന്ന് കലക്കി കൊടുക്കുക എന്നുള്ളത്. എന്തോ ഒരു ഐഡിയ അല്ലെ. ഇവളൊക്കെ ഉണ്ടല്ലോ, അമ്മ എന്ന പേരിന് തന്നെ അപമാനമാണ്. ലെവലേശം ആ കുഞ്ഞിനോട് അവൾക്ക് സ്നേഹം ഉണ്ടായിരുന്നു അവൾ എങ്ങനെ ചെയ്യുമായിരുന്നു? ഉറക്കഗുളികയുടെ സൈഡ് എഫക്ട് ആർക്കാണ് അറിയാത്തത്? ഓവർഡോസ് ആയാൽ കോമ സ്റ്റേജിലേക്ക് വരെ പോവാൻ ചാൻസ് ഉണ്ട്. ഇവൾക്ക് അവിടെ അതിന് കുഞ്ഞിനെ പറ്റി ആലോചിക്കാൻ പോയാൽ നേരം എങ്ങനെയെങ്കിലും കാമുകനെ വിളിക്കണം, പ്ലക്കണം. അങ്ങനെ ഒരു ദിവസം സ്ഥിരം ചെയ്യുന്ന പോലെ ഉറക്കഗുളിയും വീട്ടിലുള്ളവർക്ക് കൊടുത്തു. അവൾ കാമുകന്റെ കൂടെ നൈസായിട്ട് ഒളിച്ചു. ഇതിൽ ഭർത്താവ് പറയുന്നുണ്ട് അയാൾ KSRTCയും അതുപോലെ മേസ്തരി പണിയും ഒക്കെ ചെയ്തിട്ടാണ് കുടുംബം പോറ്റുന്നത്. അത് കാരണം മിക്കവാറും ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തുക എന്നുള്ളത്. പിന്നെ ചിലപ്പോഴൊക്കെ KSRTCയിൽ നൈറ്റ് ഡ്യൂട്ടിയും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഭർത്താവ് ഇല്ലാത്ത സാഹചര്യം നോക്കി അവൾ കാമുകനെ വിളിച്ച് വരുത്തിയിട്ടുണ്ടാകും അല്ലെ. ഇവരുടെ ഈ അവിഹിത റിലേഷൻ മുമ്പേ ഭർത്താവ് പിടിച്ചിട്ടുള്ളതാണ്. ഭാര്യയെ കൊണ്ട് ഒരു തവണ ബന്ധം നിർത്തിച്ചതുമാണ്. എന്നിട്ടും ഭർത്താവ് കാണാതെ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവൾ ചെയ്തത്. എന്തായാലും ഇതിനെക്കുറിച്ച് ഭാര്യയുടെ കാമുകൻ തന്നെ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, നമുക്ക് തരാമെന്ന് കേട്ടോക്കാം. അങ്ങനെ തന്നെ കുളിച്ച് ഫ്രഷ് ആവാനുള്ള സമയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവളെ അമ്മായിക്ക് ഉറക്കക്കുളിയൊക്കെ കൊടുത്ത് ഉറക്കിയിട്ട് തന്നെയാണ് എന്നെ വിളിക്കുന്നത്. പിന്നെ അവൾക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോഴാ, എനിക്ക് അവളെ കാണണമെന്ന് തോന്നുമ്പോഴാ ഉണ്ണിയെ കുളിച്ച് നിർബന്ധിച്ച് നൈറ്റ് ഡ്യൂട്ടി എടുപ്പിക്കും. എന്നിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ഇത്തിരി സമാധാനത്തോടെ ഒന്നാവണ്ടേ. വോയിസ് റെക്കോർഡ് നിങ്ങളിപ്പോൾ കേട്ട് കാണുമല്ലോ. നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ഇത് കണ്ടവർ കുറച്ച് പകുതി പേരും പറഞ്ഞ് ഞാൻ ഒരു കളി തമാശയ്ക്ക് ഇട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഈ വോയിസോടെ കേട്ടപ്പോൾ. ഇവനും കൂടെ വെറുതെ അല്ല പോയത്. ഇപ്പോൾ അയൽക്കൂട്ടത്തിലെ 1,80,000 രൂപ കൂടെ കൊണ്ടാണ് പോയത്. അതിന് പുറമെ എൻ്റെ വസ്തു വിറ്റ പൈസയും പിന്നെ ഞാൻ 10 വർഷം ജല ചെയ്ത പൈസയും എല്ലാ പൈസയും കൂടെ ചേർത്താണ് കൊണ്ടുപോയത്. ഇപ്പോൾ ഇവിടെ കൊണ്ടുപോയവൻ നട്ടലുറപ്പുള്ളവനാണെങ്കിൽ അയൽക്കൂട്ടത്തിലെ 1,80,000 രൂപ കൊടുത്ത് അത് ക്ലിയർ ചെയ്യുക. അവരെ ഒപ്പം ശേഖരിച്ച് ഞാൻ അവരെ നിർത്തി വേറൊരു കേസ് ഞാൻ അവരുടെ പേരിൽ കൊടുക്കും. അല്ല എനിക്ക് വേറെ നിവൃത്തിയില്ല. അല്ല ഇവരെന്നെ എന്റെ ചുമ്മാ ചോദിച്ചുകൊണ്ടിരിക്കുന്നു പൈസ എവിടെ. ഈ അവളും കൂടെ ചേർന്ന് എൻ്റെ അമ്മയ്ക്കും എൻ്റെ പിള്ളേരും കൂടെ 1 വർഷം വരെ ഉറക്കഗുളിക കൊടുത്തു. അപ്പോൾ അവർക്ക് എൻ്റെ അമ്മയ്ക്കും തലവേദന, അവനും തലവേദന, വയറുവേദന. അവരെ കൊണ്ട് ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് എത്ര ദിവസം കയറി ഇറങ്ങണം. അവരെ കൊണ്ട് ഞാൻ ഇനി നിനക്ക് എൻ്റെ പേരിൽ അവളെ പേരിൽ ഒരു കേസ് ഞാൻ ഫയൽ ചെയ്യിക്കും അവരെ കൊണ്ട്. കാരണം ഈ 1 വർഷം വരെ ഉറക്കഗുളിക കൊടുത്തോണ്ട് ഇതുവരെ ഞാൻ മിണ്ടായിരുന്നു. എൻ്റെ അമ്മ ഉറക്കഗുളിക കൊടുത്ത പൊട്ടെന്ന് വെച്ചു. അവർക്കിപ്പോൾ വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനി ഞാൻ തിരിഞ്ഞു നോക്കൂല. നിന്റെ അവളെ പേരിൽ ക്രിമിനൽ കേസിൽ ഞാൻ പരാതി കൊടുത്തില്ല. ഇയാൾ വോയിസിൽ പറയുന്നത് കേട്ടല്ലോ അല്ലെ. എത്ര അഭിമാനത്തോടെയാണ് ഇയാൾ സംസാരിക്കുന്നത് അല്ലെ. എനിക്ക് അവളെ കാണണം, അവൾക്ക് എന്നെയും കാണണമെന്ന് തോന്നുമ്പോൾ അവൾ എന്ത് ചെയ്യും? കുഞ്ഞിനും അമ്മായിമ്മക്കും ഉറക്കഗുളിക കൊടുക്കും.
ഭർത്താവിനെ നിർബന്ധിച്ച് നൈറ്റ് ഡ്യൂട്ടി എടുപ്പിക്കും, എന്നിട്ട് ഞങ്ങൾ തമ്മിൽ വന്ന് കളിക്കും. അതിലെന്താണ് തെറ്റെന്ന് നോക്കിയല്ലേ? ഹേയ്, ഒരു തെറ്റും ഇല്ല. ദിവപ്രണയാകുമ്പോ ഇതൊക്കെ സ്വാഭാവികമാണല്ലോ. മാങ്ങാത്തൊലി. ആദ്യം ഭാര്യക്കൊന്ന് കിട്ടണം, പിന്നെ ഈ കാമുകൻ. രണ്ടെണ്ണവും ഒരു വണ്ടിക്ക് കയറ്റാവുന്ന ആൾക്കാരാണ്. അല്ല, ഞാൻ ആലോചിക്കാണ് എന്തെല്ലാം തരം ആൾക്കാരാണ് ഈ ലോകത്തുള്ളത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മാറിപ്പോയി, ഒരു നേരത്തെ കളിക്ക് വേണ്ടി ഏതറ്റവും പോകുന്ന പ്യുവർ സോൾസ്. എന്നിട്ട് ഒരു കൊല്ലത്തോളം കളിച്ച് നടന്നിട്ട് ഒരൊറ്റ പോക്കാണ്. അതും ചുമ്മാതല്ല പോയത്, ഭർത്താവിന്റെ പണവും അടിച്ചുകൊണ്ടാണ് പോയത്. അല്ല, ഒളിച്ചോടി പോകുമ്പോൾ ഭാര്യയ്ക്ക് ജീവിക്കാൻ പൈസ വേണമല്ലോ. ഭർത്താവിനോട് ഈ വക കാര്യങ്ങൾക്കൊക്കെ പൈസ വയ്ക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഭർത്താവ് അറിയാതെ നൈസായിട്ട് ഭർത്താവിന് പൈസ തന്നെ അങ്ങോട്ട് മോഷ്ടിച്ചു. ഇതിനെക്കുറിച്ച് ഭർത്താവായിട്ടുള്ള ബിജു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനൊന്ന് വായിച്ചുതരാം. 2 ടപ്പറുകളും മോന് ഉറക്കഗുളിക കൊടുത്തു. അയൽക്കൂട്ടത്തില് 1.8 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്നും എടുത്തു ഒളിച്ചു നടക്കുകയും ഇവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല. ഇവൻ നാട്ടിലുള്ളവർ ആയിരുന്നെങ്കിൽ അവളെ കൊണ്ടുവന്ന് പൈസ കൊടുത്ത് കൊണ്ടുപോകുമായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് യുവ കാമുകനും യുവ കാമുകിയും. രണ്ടുപേരെയും നല്ലോണം തെളിച്ച് കണ്ടല്ലോ. അപ്പൊ ഭാര്യയോടും കാമുകനും നാണമുണ്ടെങ്കിൽ പൈസ തിരിച്ചു തരാനാണ് ബിജു ആവശ്യപ്പെടുന്നത്. തികച്ചും ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ്. സ്വന്തമായി രണ്ടാൾക്കും അധ്വാനിക്കാനുള്ള ആരോഗ്യം ഉണ്ടല്ലോ. ഇങ്ങനെ അടിച്ചുകൊണ്ട് വന്ന പൈസക്ക് സുഖിച്ച് ജീവിക്കാതെ വല്ല പണിയും എടുത്ത് ജീവിക്കും. ഇനി ബിജുവിന്റെ ഒളിച്ചോടിയ ഭാര്യയോട് സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ ഒളിച്ചോടിയ ബന്ധത്തിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഗർഭിണിയാവല്ലേ. കാരണം ഒരു കുട്ടിയെ നോക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. ഉള്ള കുട്ടിക്ക് ഉറക്കുകുളിയെ കൊടുത്ത് ഇറങ്ങിപ്പോയവളല്ലേ നീ. ശരിക്കും ഇതിന്റെ പേരിൽ കേസ് എടുക്കുകയാണ് വേണ്ടത്. ഇനി ഇവിടെ ബിജു പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല കേട്ടോ. കാമുകനൊരു ഫോൺ സംഭാഷണം മാത്രമാണ് ഇവർ തെളിവായിട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാത്രം മകന് ഉറക്കഗുളിക കൊടുത്തതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. ഇവിടെ ബിജുവിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. കാരണം അയാളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മുഴുവനും ഇത്തരത്തിലുള്ള വീഡിയോസ് ആണ്. അതായത് ഭാര്യ ഒളിച്ചോടിയതിനെ കുറിച്ച് പറഞ്ഞുള്ള വീഡിയോസ് ആണ് മുഴുവനും. എന്ത് തന്നെയായാലും ഭാര്യ ബിജുവിനെയും മകനെയും ഉപേക്ഷിച്ച് പോയി എന്നുള്ളത് സത്യമാണ്. ഇതിനെക്കുറിച്ച് മകൻ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, നമുക്ക് ആ വീഡിയോ കണ്ട ശേഷം വൈൻഡപ്പ് ചെയ്യാം. എന്റെ അമ്മ വേറൊരുത്തൻ്റെ പോയി. വേറൊരുത്തൻ്റെ പോയിട്ട് 25 ദിവസമായി. എന്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പോലും എന്നെ കാണാൻ വന്നിട്ടില്ല. എന്റെ കൂട്ടുകാരൻ ചോദിക്കും എന്റെ അമ്മയോടെ, ഞാൻ പറയും മരിച്ചുപോയെന്ന്. എന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. ഞാനും എന്റെ അച്ഛനും സുഖമായിട്ട് ജീവിക്കും. അമ്മ എനിക്കിനി വേണ്ട. എനിക്കൊന്ന് അവസ്ഥ എന്റെ കൂട്ടുകാരൊന്നും എനിക്ക് വരാതിരിക്കട്ടെ. എന്തായാലും ഈ കുട്ടി ഓർക്കുമ്പോഴാണ് ഏറ്റവും അധികം സങ്കടം വരുന്നത്. പിന്നെ ഈ കുട്ടിയുടെ സംസാരത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടിയെ കൊണ്ട് ഇത് പറഞ്ഞ് പറയിപ്പിച്ചതാണെന്നൊക്കെ. സംഭവം ശരിയാണ്, അമ്മ ചെയ്ത് തെറ്റൊക്കെ തന്നെയാണ്. പക്ഷെ എന്ന് കരുതി മക്കളെ കൊണ്ട് ഇതുപോലുള്ള വീഡിയോ എടുപ്പിക്കുന്നത് ശരിയല്ല. പരമാവധി മക്കളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് വേണ്ടത്. അമ്മ ഇല്ലാത്ത വിഷമം അവനിൽ നിന്നും അകറ്റുകയല്ല വേണ്ടത്. ബിജു, നിങ്ങളത് എല്ലാവരും കാണട്ടെ എന്ന് കരുതി ചെയ്യുന്നതാവാം. ചിലപ്പോൾ ഭാര്യയുടെ ശരിയായ മുഖം എല്ലാവരും അറിയട്ടെ എന്ന് കരുതി സഹികെട്ടി ചെയ്യുന്നതുമാവാം. പക്ഷെ മകനെ മുൻനിർത്തി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അവൻ പറയുന്നത് തെറ്റോ ശരിയോ എന്തോ ആവട്ടെ. ഈ വീഡിയോ തന്നെ പലതവണ പോസ്റ്റ് ചെയ്തെടുത്തതായി നമുക്ക് കാണാം. ഇങ്ങനെ നിർത്തി ഓരോന്നും ശരിയാവുന്നത് വരെ പറഞ്ഞു തീർക്കാൻ അവിടെ സ്റ്റോറി ടെല്ലിംഗ് അല്ല നടക്കുന്നത്. അവന്റെ യഥാർത്ഥ കഥയാണ്, ജീവിതമാണ്, അവനും വളർന്നു വരാനുള്ളതാണ്. അവന്റെ ഫേസ് എല്ലാം കാണിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഭാവിയിൽ അവനുള്ള ട്രോമ കൂടത്തേ ഉള്ളൂ. കിട്ടുന്ന സമയം എന്തായാലും മകനെ പൊന്നുപോലെ നോക്കുക. ഇനി ഈ അവീതക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സുഖത്തിന് വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ വഴിയാധാരായി പോകുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. അവരുടെ സന്തോഷവും ഭാവിയുമാണ് ഒരു പക്ഷേ ഇല്ലാതാവുക. എനിക്ക് ഇത്രയൊക്കെ തന്നെ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.